പിയാഷെയുടെ സിദ്ധാന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളെ നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ ഒരു വൈജ്ഞാനിക ഘടനയുണ്ട്. ആ വൈജ്ഞാനിക ഘടനയെ നിങ്ങൾ ഒരു വീടായി സങ്കല്പിക്കുക. ആ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് നിരവധി ഇഷ്ടികകൾ ചേർന്നാണ്. ഓരോ ഇഷ്ടികയെയും ഞാൻ സ്കീമാസ് എന്ന് വിളിക്കുന്നു. അതായത് നമ്മുടെ എല്ലാവരുടെയും വൈജ്ഞാനിക ഘടന നിർമ്മിച്ചിരിക്കുന്നത് സ്കീമകൾ കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വൈജ്ഞാനിക ഘടനയിലേക്ക് ഞാൻ ഒരു പുതിയ അറിവിനെ ഉൾച്ചേർക്കാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, ഡാർജിലിംഗ് എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡാർജിലിംഗ് എന്ന ആ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഞാൻ വായിച്ച ബുക്കിൽ അത് പശ്ചിമ ബംഗാൾ എന്ന് കിടക്കുന്നു. സ്വാഭാവികമായും ഒരു പുതിയ അറിവിനെ ഉൾച്ചേർക്കാൻ എൻ്റെ വൈജ്ഞാനിക ഘടനയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം അസന്തുലിതാവസ്ഥയെ അദ്ദേഹം വിളിച്ചത് അസന്തുലിതാവസ്ഥ എന്നാണ്. സ്വാഭാവികമായിട്ടും ഞാൻ എൻട്രിയിലെ ജോഗ്രഫി അധ്യാപകനായ വിപിൻ സാറുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു, വരച്ചു തന്നു, ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിൽ തന്നെയാണ്. സ്വാഭാവികമായും എൻ്റെ മനസ്സിലുണ്ടാകുന്ന അസന്തുലിതാവസ്ഥ മാറി തുടങ്ങുന്നു. ഒരു പുതിയ അറിവ് എൻ്റെ വൈജ്ഞാനിക ഘടനയിലേക്ക് വന്നു ചേരുന്നു. ഇതിന് പറയുന്ന പേര് സ്വാംശീകരണം എന്നാണ്. സ്വാംശീകരണത്തിലൂടെ വരുന്ന ഈ ഒരു പുതിയ അറിവ് എൻ്റെ വൈജ്ഞാനിക ഘടനയാകുന്ന വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ഥലം കണ്ടെത്തുന്നു. ഇതിനെ സംസ്ഥാപനം അഥവാ അക്കോമഡേഷൻ എന്നാണ് പറയുന്നത്. ഈ സ്വാംശീകരണത്തിലൂടെയും സംസ്ഥാപനത്തിലൂടെയും ഈ അറിവ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന, എൻ്റെ വൈജ്ഞാനിക ഘടനയിലുണ്ടായിരുന്ന അസന്തുലിതാവസ്ഥയെ മാറ്റുന്നു. ഇതിന് പറയുന്ന പേര് സന്തുലനം എന്നാണ്. അപ്പോൾ സ്വാംശീകരണത്തിലൂടെയും സംസ്ഥാപനത്തിലൂടെയും സന്തുലനത്തിലൂടെയും ഞാൻ നേടിയ ഈ പുത്തൻ അറിവ് ഞാൻ ശാരീരികവും മാനസികവുമായി ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു. ഇതിനെ അദ്ദേഹം പറഞ്ഞത് അനുരൂപീകരണം എന്നാണ്. സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് പിയാഷെയുടെ ആശയങ്ങളാണ്. സ്കീമ, അസന്തുലിതാവസ്ഥ, സ്വാംശീകരണം, സംസ്ഥാപനം, സന്തുലനം ആൻഡ് അനുരൂപീകരണം.